കൊടും ചൂടത്ത് തണുപ്പോടെ കഴിക്കാൻ പച്ചമാങ്ങ വെച്ചൊരു കിടിലം ഐറ്റം. എണ്ണയും വേണ്ട, അടുപ്പും വേണ്ട, വെറും 2 മിനിറ്റ് മതി. ആദ്യം തന്നെ നമ്മുടെ പച്ചമാങ്ങ നന്നായി കഴുകി തുടച്ചെടുക്കണം. നല്ല കറുമുറയിരിക്കുന്ന അധികം പഴുക്കാത്ത മാങ്ങയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഈ തൊലിയോട് കൂടെ കടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. തൊലി കളഞ്ഞാൽ ആ ഒരു ഭംഗിയും കിട്ടില്ല, അതിൽ ആ ചെറിയ പുളിപ്പും കുറയും. ഇനി തൊലിയോടുകൂടി തന്നെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിയാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു പച്ചമുളക് കൂടി എടുക്കാം കേട്ടോ. ഇനി ഈ അരിഞ്ഞ പച്ചമുളക് കട്ട് ചെയ്ത മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതാവുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ വലിയ കഷ്ണങ്ങളായി വായിൽ തടയില്ലല്ലോ, എന്നാൽ ഇഞ്ചിയുടെ ആ ഒരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാത്ത നല്ല കട്ട തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ, എന്നാൽ ഒരു ക്രീമി ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും മാങ്ങയുടെ പുളിയൊന്ന് കറക്റ്റായി ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം. കൂടെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നോക്കിയേ, മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇഞ്ചിയുടെയും തൈരിൻ്റെയും ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതൊന്ന് നോക്കിക്കേ, തൈരും പച്ചമാങ്ങയും കൂടെയുള്ള ആ ഒരു ലുക്ക് സത്യം പറയാലോ ഇളക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നുണ്ട്. നമ്മുടെ തൈര് മാങ്ങ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ബാൽക്കണിയിലെ കുറച്ച് ചെടികൾ കൂടി കണ്ടോളൂ. ചെറിയ സ്പേസ് ആണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.